ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് സാമൂഹിക പുരോഗതി മുഖ്യ ലക്ഷ്യമാക്കി 1860 കേന്ദ്ര സൊസൈറ്റീസ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് ഗുരുവായൂരിനടുത്ത് തൈക്കാട് പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മകുളം പീപ്പിൾസ് സർവീസ് സൊസൈറ്റി. തൊഴിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീകളുമായി സഹകരിച്ചോ അല്ലെങ്കിൽ അതേ മോഡലിൽ വനിതാ കൂട്ടായ്മകൾ രൂപീകരിച്ചോ അവർക്ക് സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകി അവരുടേതായിട്ടുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്തി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ ലക്ഷ്യമാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടത് മായം കലർന്ന വിഷാംശമുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗമാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മായം കലരാത്ത വിഷമില്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു ദൗത്യം ബ്രഹ്മകുളം പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഏറ്റെടുക്കുകയാണ്. ശുദ്ധമായ ഹോംലി ഉൽപ്പന്നങ്ങൾ പീപ്പിൾസ് ടേസ്റ്റിന്റെ പേരിലും ക്ലീനിങ് ഐറ്റംസുകൾ പീപ്പിൾസ് പ്ലസിന്റെ പേരിലുമാണ് ബ്രഹ്മകുളം പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഇവിടെ ലഭ്യമാക്കുന്നത്. 2 സൈസ് മുളകാണ് എടുക്കുന്നത്. DD1 പിരിയൻ മുളകും. DD1 പിരിയൻ മുളകും കൂടെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴുകി ഉണങ്ങി പൊടിച്ച് ഒരു ദിവസം നമ്മൾ ആ പൊടി തണുപ്പിക്കാൻ ഇടുന്നുണ്ട്. തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനറിയിലിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഗോഡൗണിനകത്തോട്ട് മാറ്റുന്നത്. അതാണ് നമ്മൾ മുളക് പൊടിയെ ചെയ്യുന്നത്. മഞ്ഞൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണ് വരുന്നത്. നാടൻ മഞ്ഞളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടൻ മഞ്ഞൾ തന്നെ. നമ്മൾ ആ മഞ്ഞൾ പൊടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇന്ന് മഞ്ഞളായിരുന്നു പൊടിച്ചത്. മഞ്ഞൾ പൊടിച്ച് ഒരു ദിവസം തണുപ്പിക്കാൻ ഇട്ടതിന് ശേഷമാണ് നമ്മളത് വീണ്ടും പാക്കിങ്ങിലോട്ട് മാറുന്നത്. അതും ഈ പറഞ്ഞ പോലെ പാക്ക് ചെയ്തതിന് ശേഷം ഗോഡൗണിലോട്ട് നമ്മൾ മാറ്റുവാണ്. 2 സൈസ് മല്ലിയുണ്ട്. ബോളുമല്ലിയുണ്ട്, പിളർപ്പ് മല്ലിയുണ്ട്. രണ്ടും എടുത്ത് കഴുകി ഉണങ്ങി മല്ലി വറുത്ത് കഴുകി ഉണങ്ങിയിട്ട് വീണ്ടും അത് വറുത്താണ് നമ്മുടെ മല്ലിപ്പൊടിയുടെ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് തന്നെ തെളിയിച്ച്, അതായത് 15 ദിവസത്തോളം നമുക്ക് ടാങ്കിനകത്ത് സ്റ്റോറേജ് ചെയ്ത് ഇട്ടേക്കുവാണ്. ചെയ്ത് 15 ദിവസം കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കുപ്പിയിലോട്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മുടെ അരി കഴുകി പൊടിച്ച് വറക്കുന്നത്. ആദ്യം അരിയിട്ട് അത് 3-ാം നിലയിൽ ചെന്ന് കയറി 3 തവണ നമ്മൾ അരി വാഷ് ചെയ്തതിന് ശേഷം താഴത്തെ ഫ്ലോറിൽ തന്നെ വന്ന് അത് പൊടിച്ച് നേരെ കൺവെയർ ബെൽറ്റ് വഴി തന്നെ നേരെ നമ്മുടെ ചട്ടിയിലോട്ട് വീഴുവാണ്. അതനുസരിച്ച് 3/4 മണിക്കൂർ നമുക്ക് വേണം. 250 കിലോ അരിപ്പൊടി നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ വീണ്ടും അത് പൊടിച്ച് തെള്ളി സ്റ്റോറേജ് ആവുകയാണ്. അത് തണുപ്പിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ കവറിനകത്ത് പാക്ക് ചെയ്യുന്നത്. അതും ഓട്ടോമാറ്റിക് മെഷീനെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റീം പുട്ടുപൊടി നമുക്കുണ്ട്. അത് 3 തവണ വാഷ് ചെയ്തതിന് ശേഷം നടുക്കത്തെ ഫ്ലോറിൽ നമ്മുടെ ഡ്രം ഇരിക്കുന്നത്. ആ ഡ്രമ്മിനകത്തോട്ട് വന്ന് അതിന് ഒരു തവണ 500 കിലോ ആണ് നമ്മൾ സ്റ്റീം എടുക്കുന്നത്. ആ 500 കിലോയ്ക്ക് നമുക്ക് 45 മിനിറ്റ് വേണം സ്റ്റീം ആകാൻ. സ്റ്റീം ആയതിന് ശേഷം അത് തുറന്ന് ചാടിച്ച് അതും പൊടിച്ച് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് അത് വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ പൊടിച്ച് ആണ് നമ്മൾ പാക്കിങ്ങിലോട്ട് വരുന്നത്. നമുക്ക് പിന്നെ റവ ഉണ്ട്. റവയുടെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡബിൾ റോസ്റ്റ് ആയിട്ട് 2 തവണ വറുത്താണ് നമ്മൾ റവ പാക്ക് ചെയ്യുന്നത്. നേരം ഒന്ന് വറുത്ത് അത് പിറ്റേ ദിവസം തണുപ്പിച്ചതിന് ശേഷം വീണ്ടും അത് ഒന്നും കൂടെ വറുത്താണ് അതും തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ റവ പാക്കിങ്ങിലോട്ട് നീങ്ങുന്നത്. നമുക്ക് ഒറിജിനൽ ഗോതമ്പൊടിയുണ്ട്. അത് ഗോതമ്പ് കഴുകി ഉണങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് അത് പൊടിച്ച് നേരെ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യുന്നു. അതിനകത്ത് മൈദയോ ആട്ടയോ ചേരുന്നതല്ല, സമ്പൂർണ്ണ ഗോതമ്പൊടിയാണ് അത് നമുക്കുള്ളത്. നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നാടൻ നെല്ലിക്ക അച്ചാറുണ്ട്. നാടൻ നെല്ലിക്കയാണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും നാടൻ നെല്ലിക്ക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കമർപ്പ് കൂടുതലാണ്. എങ്കിലും നാടൻ നെല്ലിക്കയാണ് അച്ചാറിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പിനകത്ത് ഇട്ട് പുഴുങ്ങി അതിൻ്റെ ശേഷമാണ് നമ്മൾ അത് അച്ചാറിന് യൂസ് ചെയ്യുന്നത്. മാങ്ങ അച്ചാറുണ്ട്, ഈന്തപ്പഴവും നാരങ്ങ അച്ചാർ എന്ന് വേണ്ട പല ഇനം അച്ചാറുകൾ നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ ലേബലിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗുരുവായൂരിൻ്റെ ഒരു ഉൽപ്പന്നമാണ് പീപ്പിൾസ് ടേസ്റ്റ്. മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു പരസ്യവാചകമല്ല, അത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു അടയാളമാണ്. വിശ്വസിച്ച് വാങ്ങിക്കൊള്ളു, ഞാൻ ഗ്യാരണ്ടി. അരിപ്പൊടി, പുട്ടുപൊടി, ഗോതമ്പ് പൊടി, വറുത്ത റവ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, നെല്ലിക്ക അച്ചാറ്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഇതെല്ലാം നിങ്ങൾക്ക് പീപ്പിൾസ് ടേസ്റ്റിൽ അവൈലബിൾ ആണ്.
മാത്രവുമല്ല ഫീൻ ഓയിൽ, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ് ഇതെല്ലാം പീപ്പിൾസ് പ്ലസിലും അവൈലബിൾ ആണ്. ബുക്കിംഗ് തുടങ്ങിയിട്ടോ, പേര് മറക്കണ്ട, പീപ്പിൾസ് ടേസ്റ്റ്. നാവറിയും നാടറിയും പീപ്പിൾസ് ടേസ്റ്റ്.